كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാലത്തും മനുഷ്യരെ രണ്ട് രൂപത്തിലുള്ള നിലപാടുകാരായിട്ടാണ് സൃഷ്ടിച്ചത്. ഒന്നാമത്തെ നിലപാടുകാർ ധാർമ്മികവും സദാചാര മൂല്യങ്ങളുമൊക്കെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി മനുഷ്യൻ കാത്തു സൂക്ഷിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വിഭാഗമാണ്. രണ്ടാമത്തെ വിഭാഗമെന്ന് പറഞ്ഞാൽ ധാർമ്മികത, സദാചാര മൂല്യങ്ങൾ എന്നെല്ലാം പറയുന്നത് ആളുകളെ ചങ്ങലക്കിടാൻ വേണ്ടി, വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിനു വേണ്ടി, അവരുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്, സന്തുഷ്ടത കെടുത്തുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണ് ധാർമ്മികത, സദാചാര മൂല്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിന് ആനന്ദിച്ചും ആസ്വദിച്ചും ജീവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന വിഭാഗവും ഉണ്ട്. ഈ രണ്ട് വിഭാഗവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്.
വളരെ ചുരുക്കം കാലത്ത്, അഥവാ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ജീവിതം ആരംഭിച്ച കാലത്ത് മാത്രമാണ് ധാർമ്മികതയും സദാചാര മൂല്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പറയുന്ന 100% മനുഷ്യരുണ്ടായത്. അതിങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും, നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്നതിന് മുൻപ് തന്നെ മാനവകുലത്തിൽ ഈ 2 വ്യത്യസ്ത വിഭാഗങ്ങൾ അവരുടേതായ വീക്ഷണങ്ങൾ, ആ വീക്ഷണങ്ങളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണം, ധാർമ്മികമായി ജീവിക്കണം എന്ന് വിശ്വസിക്കുന്നവർ ധാർമ്മികതയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ വ്യഭിചരിക്കരുതെന്ന് പഠിപ്പിച്ചു, അവർ മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിച്ചു, അവർ സത്യം പറയണമെന്ന് പഠിപ്പിച്ചു, അവർ അവിഹിതമായ സമ്പാദ്യങ്ങളും ബന്ധങ്ങളും ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ മാനവികതയിൽ ഒരു വിഭാഗം ശ്രമിച്ചത് ഇത്തരം മ്ലേച്ഛവൃത്തികളും ഫാഹിഷത്തുകളുമൊക്കെ അത് ആനന്ദിക്കാൻ മനുഷ്യൻ അവസരമൊരുക്കണം. അതിനെ തടയുന്ന ദൈവവിചാരങ്ങളും മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ടുള്ള സ്മരണകളുമൊക്കെ മാറ്റിവെക്കണം. അതൊക്കെ പിന്നെ പൂർവികരുടെ കെട്ടുകഥകളാണ് എന്ന് പറയുന്ന വിഭാഗവും രൂപപ്പെട്ടു. നൂഹ് നബി അലൈഹി സ്വലാം കടന്നു വരുമ്പോൾ ആ വിഭാഗങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൂഹ് നബിനെ അയക്കുന്നത്. അവിടെ നിന്ന് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഈ വിഭാഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തിന്മയുടെ സദാചാര മൂല്യങ്ങളെ നിരസിക്കുന്ന വിഭാഗം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ധാർമ്മികത മുറുകെ പിടിക്കണമെന്ന് പറയുന്ന മനുഷ്യവിഭാഗം ഇങ്ങനെ താന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആദ്യം അവരായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഒരു മനുഷ്യൻ പോലും തിന്മയും ഫാഹിഷത്തിൻ്റെയും ആളുണ്ടായില്ല. സദാചാര മൂല്യത്തിൻ്റെയും ധാർമ്മികതയുടെയും ആളുകൾ മാത്രമായിരുന്നു. അവിടെ നിന്ന് ഓരോരുത്തരായി ഫാഹിഷത്തിൻ്റെ ആളുകളായി വന്ന് അവസാനം അവർ മുന്നിടുകയും നന്മയുടെയും സദാചാരത്തിൻ്റെയും ധാർമ്മികതയുടെയും ആളുകൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന കാഴ്ചയാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴും മനുഷ്യരെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോഴും ഒരു ചെറിയ വിഭാഗമാണ്, അഥവാ റസൂലുള്ളാഹിയുടെ സന്ദേശം സ്വീകരിച്ച ഒരു ചെറിയ വിഭാഗമാണ് ഇത്തരം ധാർമ്മികതയ്ക്ക് വേണ്ടി സദാചാര മൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നവരായിട്ട് നിലകൊണ്ടത്. ബാക്കി മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ദുർമാർഗത്തിലായിരുന്നു. ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ, ലോകം ഇങ്ങനെ നീണ്ടു പോയാൽ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ധാർമ്മികതയുടെയും സദാചാര മൂല്യങ്ങളുടെയും നന്മയുടെയും ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. തിന്മയുടെയും മ്ലേച്ഛതയുടെയും വക്താക്കൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അവർക്ക് സ്വീകാര്യത ലഭിക്കും. അവരായിരിക്കും സമൂഹത്തിൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. നന്മയുടെ ആളുകളോ ആ ചിന്തയെ തകർക്കാനും തടുക്കാനും തടയാനുമൊക്കെ പരിശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അവരെത്ര തോറ്റാലും, എത്ര അവർ പരാജയപ്പെട്ടാലും മരണം വരെ അവർ അതിങ്ങനെ നിലനിർത്തും. ആ പോരാട്ടം നിലനിർത്തും, തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം. അങ്ങനെയാണ് അവർ മരിക്കുക. പക്ഷേ അവർ സജീവമാകില്ല. അവർ മറ്റുള്ളവരെ, തിന്മയുടെ വക്താക്കളെ കവർ ചെയ്തു വരില്ല. അവർക്ക് ലോകക്രമത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. മനുഷ്യ സമൂഹത്തെ അവരുടെ ചിന്തയിലേക്ക് മുച്ചൂടും കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല. പക്ഷെ അവർ പോരാളികളായിരിക്കും. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയബ്ഖാ ശിറാറുൻ നാസി യതഹാറജൂന ഫീഹാ തഹാറജൽ ഹുമുർ. അവസാനം നാൾ നീണ്ടുപോകും തോറും ജനങ്ങളിലെ ഏറ്റവും ദുഷിച്ച ആളുകൾ മാത്രമായി തീരും. നല്ലവരൊക്കെ മരണപ്പെട്ടു പോകും. യതഹാറജൂന ഫീഹാ തഹാറജൽ ഹുമുരി. കഴുതകൾ ഇണചേരുന്നത് പോലെ അവർ വഴിയോരങ്ങളിൽ ഇണചേരുന്ന സദാചാര മൂല്യത്തിൻ്റെ ഒരു ചരട് പോലും ബാക്കി വെക്കാതെ പൊട്ടിച്ചു കളഞ്ഞ ജനങ്ങൾ മാത്രമാകും അവസാന കാലത്ത്. ഫഅലൈഹിം തഖൂമു സാഅ. അവർക്ക് മേലാണ് അന്ത്യനാൾ സംഭവിക്കുക.
അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അല്പമെങ്കിലും കൽബിൽ ഈമാനും ധാർമ്മികതയും നന്മയുമൊക്കെ ഉള്ള ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവൂല. അവർ പൂർണ്ണമായും ചൊടച്ചു നീക്കപ്പെടും. ആരംഭിച്ചത് ആരാണ്? ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് ആരാണ്? ആദം നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയാണ്. തുടങ്ങിയത് നന്മയുടെ ആളുകളാണ്. ഈ ഭൂമിയിൽ തുടക്കത്തിലുണ്ടായത് സദാചാര സങ്കല്പങ്ങളുടെ ആളുകളാണ്. ഈ ഭൂമിയിൽ ഉണ്ടായത് ധാർമ്മിക ബോധമുള്ള നന്മയുള്ള തലമുറ. അവസാനിക്കുമ്പോഴോ അത്തരം ഒരു മനുഷ്യനുണ്ടാവൂല. ഉണ്ടാവുക വയബ്ഖാ ശിറാറുന്നാസ്, ഏറ്റവും ദുഷിച്ച മനുഷ്യൻ. ഏറ്റവും ദുഷിച്ച മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലാ തഫ്നാ ഹാദിഹിൽ ഉമ്മ ഹത്താ യഖൂമു الرجل ഇലൽ മർഅതി ഫയഫ്തരിശഹാ ഫി ത്വരീഖ്. ഈ ഉമ്മത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ സമുദായത്തിൽ നിന്നുള്ള വ്യക്തികൾ പോലും ദുഷിച്ച് അവസാനം അവർ ഒരു വഴിയിൽ കിടന്ന് ഒരു മനുഷ്യൻ സ്ത്രീയുമായി വ്യഭിചരിക്കുന്ന സമയമുണ്ടാകും. ഫയഖൂനു ഖിയാറുഹും യൗമഇദിൻ മൻ യഖൂൽ, അന്നേരം അവരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? ലൗ വറൈതഹാ വറാഅ ഹാദിഹിൽ ഹാഇസ്, നിങ്ങൾക്ക് ഏതെങ്കിലും മറയിൽ കിടന്നിട്ട് ഈ വ്യഭിചാരം നിർവഹിച്ചൂടെ? ഏതെങ്കിലും മതിലിന്റെ അപ്പുറത്ത് കിടന്നിട്ട് വ്യഭിചാരം നിർവഹിച്ചൂടെ? എന്തിനാണ് ഈ ഓപ്പണായ വഴിയിൽ തന്നെ ഇത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചവനാണ് അന്ന് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ധാർമ്മിക ബോധമുള്ളവൻ. ചെയ്യരുതെന്ന് പറഞ്ഞവനല്ല, ചെയ്യരുത് എന്ന് പറഞ്ഞവനല്ല, പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞവനല്ല. മറിച്ചാരാണ്? ഒന്നും മറയത്ത് കിടന്നൂടെ, മാറിക്കിടന്നൂടെ, മനുഷ്യന് നടക്കുന്ന വഴിയിൽ ഇത് ചെയ്യണോ എന്നെങ്ങാനും ചോദിക്കുന്ന ഒരുത്തൻ ബാക്കിയുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും ഹൈറായിട്ടെന്നുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സർവവ്യാപകമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറും. ഇതിനെ മോശമായി കാണുന്ന ആളുകൾ ഉണ്ടാവൂല. വഴിയരികിൽ മനുഷ്യൻ പരസ്യമായി സ്വകാര്യതയിൽ നിർവഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ അതിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും വഴിയരികിൽ പോയിരിക്കുമ്പോൾ എന്തെല്ലാം ചേഷ്ടകൾ പരസ്യമായി ചെയ്യുന്ന കാമിതാക്കളുടെ ഇടയിൽ നമ്മൾ ഇരിക്കേണ്ടി വരുന്നു. അതിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ലോകം അവസാനിക്കുമ്പോൾ ഏറ്റവും ചീത്തയായ ആളുകൾ മാത്രമായിട്ട് അവസാനിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് വാഖിഅ ആമുഖമായി ഞാൻ ഓതി വെച്ചത് ഈ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുകയാണ്, വസ്സാബിഖൂന സാബിഖൂൻ, മുൻകടന്നവർ തന്നെയാണ്. ഉലൈകൽ മുഖറബൂൻ, അവരാരാണ്? പടച്ചവനുമായി സാമീപ്യം ലഭിച്ച ആളുകൾ. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹപൂർണമായ സ്വർഗം വെക്കപ്പെട്ടവരാണ് ആ മുൻകടന്നവർ എന്ന് പറയുന്നവർ. അവരെ പറ്റിയിട്ട്, അവരുടെ എണ്ണത്തെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻകാമികളിൽ നിന്ന് വലിയ ഒരു കൂട്ടം. സ്വർഗത്തെ പറ്റി പറയുമ്പോൾ വിശുദ്ധ ഖുർആന്റെ എണ്ണപ്രയോഗം, ആ എണ്ണത്തെ പറ്റിയിട്ടുള്ള പ്രയോഗം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. സ്വർഗത്തിൽ പോകുന്ന വിഭാഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു, സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ നിന്ന് വലിയ ഒരു കൂട്ടം, വ ഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് ചുരുക്കം ഒരു കൂട്ടം. സ്വർഗത്തെ പറ്റിയിട്ട് അല്ലാഹു പറഞ്ഞതാ. മുൻഗാമികളിൽ നിന്ന് വലിയ ഒരു കൂട്ടം, പിൻഗാമികളിൽ നിന്ന് ചുരുങ്ങിയ ഒരു വിഭാഗം, കുറച്ചാളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ആയത്തിനെ പറ്റിയിട്ട് മുഫസ്സിറുകൾ രണ്ടഭിപ്രായം പറഞ്ഞു. ഇബ്നു ജരീറൊക്കെ പറഞ്ഞത് റഹിമഹുമുല്ലാഹ്, അദ്ദേഹം പറഞ്ഞത് ഇത് ഖലീൽ, കുറച്ച് എന്ന് പറഞ്ഞത്, ആഖിരീൻ എന്ന് പറഞ്ഞത്, പിൽക്കാലക്കാരെന്ന് പറഞ്ഞത് ഉമ്മത്ത് മുഹമ്മദാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സമൂഹമാണ്. പിന്നെ മുൻഗാമികൾ എന്ന് പറഞ്ഞതോ, അവ്വലീൻ എന്ന് പറഞ്ഞതോ, അത് ബാക്കിയുള്ള 1.25 ലക്ഷത്തിന്റെ അടുക്കൽ വരുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ പറ്റിയാണ്. അവർ കൂടുതലുണ്ട് എന്നാണ് മുഫസ്സിറുകളിൽ ഒരു വിഭാഗം പറഞ്ഞത്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഏറ്റവും മനോഹരമായി ഈ ആയത്തിന് തഫ്സീർ കൊടുത്തത്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പറ്റി മാത്രമാണ് സംസാരിച്ചത്. ഈ ഉമ്മത്തിലെ
ആദ്യ വിഭാഗം ആരാണ്? സുല്ലത്തും മിനൽ അവ്വലീൻ. അവർ വലിയൊരു കൂട്ടരിക്കും. സഹാബികൾ, താബിഉകൾ, തബഉ അവരുടെ മാർഗം പിൻപറ്റിയ അഹ്ലുസുന്നയുടെ ആളുകൾ മുഴുവൻ ആ കൂട്ടത്തിലാണ് പെടുക. ഖൈറുന്നാസ് ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ് അസ്വഹാബ. രണ്ടാമത്തേത് പിന്നെ സുമ്മല്ലദീന യലൂനഹും അവരെ തുടർന്ന് വന്നവർ അത്താബിഅ. മൂന്നാമത്തേതോ സുമ്മല്ലദീന യലൂനഹും അവരെ തുടർന്ന് വന്നത് അത്തബഉ താബിഅ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു. പിന്നെയോ വഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വർഗത്തിൽ പോകുന്ന ചെറിയ വിഭാഗം, കുറച്ചാളുകൾ. അത് ആരാണ്? അത് നമ്മളടങ്ങുന്ന പിൽക്കാലക്കാരാണ് എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന് മനോഹരമായ തഫ്സീർ കൊടുത്തത്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, കാലഘട്ടം കഴിയും തോറും സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. കാലഘട്ടം നീണ്ടുപോകും തോറും സദാചാര മൂല്യങ്ങളുള്ള, ബോധമുള്ള, ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടുള്ളത്, ഹക്ക് ബാത്തില്, ഹറാമ് ഹലാല്, ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ജനത വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ജീവിതത്തിൽ ഹക്കിനെയും ബാത്തിലിനെയും പറ്റി പറഞ്ഞാൽ അവൻ പരിഹസിക്കപ്പെടും. ഹറാമിനെയും ഹലാലിനെയും പറ്റി ആരെങ്കിലും ചിന്തിച്ച് ജീവിച്ചാൽ അവൻ അവഹേളിക്കപ്പെടും. അത്തരം സാമൂഹികാന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോഴാണ് ആളുകൾ കൂട്ടമായി തിന്മയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, പുതിയ തലമുറയെപ്പറ്റി നമ്മൾ പേടിയിലാണ്. പുതിയ തലമുറയെപ്പറ്റി നമ്മൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. കാരണം അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് ശിറാറുന്നാസാണ്, ഏറ്റവും ചീത്തയായ ജനതയാണ്. അവരാണ് പഠിപ്പിക്കുന്നത് മനുഷ്യന് മൃഗവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ റൈറ്റ്സ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത് അവരാണ്. അത് നോക്കൂ, പുതിയ കാലഘട്ടത്തിൽ വലിയ ലിബറലിസത്തിൻ്റെയും ഒക്കെ ആളുകൾ എന്ന് പറഞ്ഞ്, വലിയ ഡെമോക്രസിയുടെ ആളുകൾ എന്ന് പറഞ്ഞ്, വലിയ സോഷ്യലിസത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ്, വലിയ ഇസങ്ങളുടെ വക്താക്കൾ, കാലഘട്ടത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ആളുകൾ ധാർമ്മികതയെപ്പറ്റി സംസാരിച്ച അവസ്ഥ എന്താ? ധാർമ്മികതയെപ്പറ്റി സംസാരിച്ചാലത്തെ അവസ്ഥ എന്താ? ഇസ്ലാമിന്റെ ധാർമ്മികതയെപ്പറ്റി കാടനാണെന്ന് പറയും. ഇസ്ലാമിന്റെ ധാർമ്മികതയെപ്പറ്റി അത് പ്രാകൃതമാണ് എന്ന് പറയും. ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതാണ്. ഒരു പെണ്ണ് മുഖവും മുൻകൈയും ഒഴികെ ശരീരം മുഴുവൻ മറക്കുക എന്ന് പറഞ്ഞാൽ വലിയ മോശപ്പെട്ട കാര്യമാണ്. പരിഷ്കാരത്തിന് യോജിക്കാത്ത, കാലഘട്ടത്തിന് യോജിക്കാത്ത 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതൻ സമ്പ്രദായം എന്ന് പറഞ്ഞ് പരിഹസിക്കും. എന്നാൽ അവരോട് തിരിച്ചു ചോദിക്കൂ, ഒരു അമ്മയും മകനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റി എന്താണ് അവരുടെ അഭിപ്രായം? എന്താണ് അവരുടെ അഭിപ്രായം? മൃഗരതിയെപ്പറ്റി, ബെസ്റ്റാലിറ്റിയെപ്പറ്റി എന്താണ് അവരുടെ അഭിപ്രായം? ശവരതിയെപ്പറ്റി എന്താണ് അവരുടെ അഭിപ്രായം? അതിനെപ്പറ്റി ചോദിച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ആരാണ് സമൂഹത്തിന് ധാർമ്മികത പഠിപ്പിക്കുന്നത്? ശവവുമായി രമിച്ചാൽ മനുഷ്യന്റെ താല്പര്യമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ന് പറയുന്നവനാണ് പർദ്ദയെ നോക്കിയിട്ട് പ്രാകൃതമാണ് എന്ന് പറയുന്നത്. അതിന്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇസ്ലാമിന്റെ പല വിഷയങ്ങളെക്കാൾ അധികം ഹിജാബ് ചർച്ചയാവുന്നത്? എന്താ ഹിജാബ് ചർച്ചയാവുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഹിജാബ് ചർച്ചയാവുന്ന അത് ഏത് ലോകക്രമത്തിലാണ്? ഹിജാബ് ധരിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ഹിജാബ് ധരിക്കുന്നവരുണ്ട്. അവരുടെ ഹിജാബ് എവിടുന്നാ വന്നത്? അവരുടെ ഹിജാബ് വന്നത്, കന്യാസ്ത്രീകളുടെ ഹിജാബ് വന്നത് എവിടുന്ന? മേരിയിൽ നിന്നാണ്, മറിയത്തിൽ നിന്നാണ്. ഹിജാബ് ധരിക്കാത്ത മറിയത്തെ ഒരു ശില്പിയും കൊത്തിയിട്ടില്ല. ഹിജാബ് ധരിക്കാത്ത മറിയത്തെ ഒരു കലാകാരനും വർണ്ണിച്ചിട്ടില്ല, വരച്ചിട്ടില്ല. കാരണം എന്താ? അന്ന് ഹിജാബില്ലാത്ത മറിയമില്ല. ആ മറിയത്തിന്റെ മാതൃക സ്വീകരിച്ചിട്ടാണ് കന്യാസ്ത്രീകൾ ഇവിടെ ഹിജാബ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹിജാബിനെ പറ്റി വലിയ ചർച്ചയുണ്ടോ? ആ ഹിജാബിനെ നോക്കിയിട്ട് പ്രാകൃതമാണെന്ന് പറയുമോ? മേരിയെ പോലെ
6-ാം നൂറ്റാണ്ടല്ല, അതിന് മുകളിലുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളുടെ വേഷസമ്പ്രദായം സ്വീകരിക്കുന്നത് പുരോഗമിച്ച് സമൂഹത്തിന് പറ്റിയതല്ല എന്ന ചർച്ച ആ ഹിജാബിനെ നോക്കിയിട്ടുണ്ടാവോ? ഉണ്ടാവൂല. മറിച്ച് ഇസ്ലാമിൻ്റെ ഹിജാബിനെ നോക്കിയിട്ടുണ്ടാവും. കാരണം എന്താ? അതിനൊരു വ്യത്യാസമുണ്ട്. ആ ഹിജാബ് ജനകീയവൽക്കരിക്കപ്പെട്ടില്ല. ആയിരുന്നു. പക്ഷേ അവസാനം ആ ഹിജാബ് സന്യാസിനികളിൽ ഒതുങ്ങി, അവിടെ നിർത്തി. വേറെ പൊതുസമൂഹത്തിന് ആ ഹിജാബുമായി, അവരുടെ മതത്തിലെ പൊതു ജനതയ്ക്ക് ആ ഹിജാബുമായിട്ടൊരു ബന്ധമില്ല. ആർക്ക് മാത്രമേ ബന്ധമുള്ളൂ? സന്യാസിനികൾക്ക് മാത്രമേ ബന്ധമുള്ളൂ. ഇസ്ലാമിൻ്റെ ഹിജാബ് അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ ഹിജാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, മെൻസ്ട്രേഷന്റെ സമയമെത്തിയാൽ പിന്നെ മരണം വരെ ഒരു പെണ്ണ് ധരിക്കേണ്ടതാണ്. മരണം വരെ. ആ ഹിജാബ് എന്താ തടസ്സം ഉണ്ടാക്കുന്നത്? ആ ഹിജാബാണ് സൊസൈറ്റിയിൽ ലൈംഗിക അതിരില്ലായ്മകളെ തടയുന്നതിൻ്റെ പ്രധാന കാരണം. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ. ആ ഹിജാബ് ഈ സൊസൈറ്റിയിൽ ഈ പറയുന്ന ലൈംഗികമായിട്ടുള്ള ഇത്തരം വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന, അതിരുകളും അതിർത്തികളും ഇല്ലാത്ത ഇത്തരം അരാജക സമീപനം, അനാർക്കികളായിട്ടുള്ള ഈ ആളുകൾ, ഇവരുടെ ഈ അരാജകവാദികളുടെ ഈ വാദത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമിന്റെ ഹിജാബാണ്, ഇസ്ലാമിന്റെ പർദ്ദയാണ്. കാരണം സ്ത്രീയെ പുരുഷന് ആസ്വദിക്കാൻ അനുവദിക്കാതെ മറച്ചു പിടിക്കുന്ന സിസ്റ്റം ഒരു ലൈംഗിക അരാജകത്വം നിർമ്മിക്കാൻ തടസ്സമായിരിക്കും. അതുകൊണ്ടാണ് ഈ ചർച്ച വരുന്നത്. ഞാൻ പറയുന്നത്, അവിടെ നിന്ന് മുസ്ലിം സമൂഹത്തെ വിളിക്കും, സ്ത്രീയെ വിളിക്കും, അവളോട് ഹിജാബ് അഴിക്കാൻ പറയും. അങ്ങനെ ഈ സൊസൈറ്റിയിൽ ഹിജാബ് ധരിക്കാത്ത സമൂഹമായിട്ട് മാറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹിജാബ് ഒരു പൊളിറ്റിക്കൽ സിമ്പൽ ആയതുകൊണ്ട് അതിങ്ങനെ ഒരു ഇസ്സത്തോടെ നിലനിൽക്കുക. ഒരു പൊളിറ്റിക്കൽ, ഒരു ഫാസിസത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ സിമ്പിളായിട്ട് കൂടി പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലക്കൊണ്ടാണ് ഹിജാബ് നിലയ്ക്കുന്നത്. ഇതങ്ങോട്ട് മാറിയാൽ പിന്നെ ഹിജാബ് എന്ന് പറഞ്ഞാൽ വെറും പ്രാകൃത വേഷമായിട്ട് അടയാളപ്പെടുത്തപ്പെടും. അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചകൾ, സംസാരങ്ങളെല്ലാം അത് ഇട്ട ആളുകൾ അപമാനിക്കപ്പെടും. നിരന്തരമായി അവർ അവഹേളിക്കപ്പെടും. അവർ മനസ്സിലാക്കും, ഈ വസ്ത്രം ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള എൻ്റെ പ്രവേശനത്തിന് തടസ്സാവും. ആളുകൾ പിൻവലിയും, മാറും. അങ്ങനെ ഹിജാബ് അഴിക്കും. ആ ഹിജാബ് പൂർണ്ണമായും അഴിക്കപ്പെട്ടാലാണ് ഈ സൊസൈറ്റിയിൽ പൂർണ്ണമായ ലൈംഗിക അരാജകത്വം നിലനിൽക്കുക. എന്നിട്ട് ഹിജാബിനെ എതിർക്കുന്ന ആൾ അവരോട് തിരിച്ച് നമ്മൾ ചോദിച്ചാൽ അവർക്ക് ബാക്കിയുള്ള എല്ലാം ഹലാലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. വയബ്ഖ ശിറാറുന്നാസി യതഹാറജൂന ഫീഹാ തഹാറജൽ ഹുമുരി ഫഅലൈഹിം തഖൂമുസ്സാഅ. അവർക്ക് മേലാണ് അന്ത്യദിനം വരാ. ആ ദുഷിച്ച മനുഷ്യന്മാർക്ക് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ആ ചീത്തയായ മനുഷ്യന്മാർക്ക് കഴുതകളെപ്പോലെ, കാമത്തിനും കഴുതകളെപ്പോലെ ലൈംഗികതക്കും അതിരും അതിർത്തിയും ഇല്ലാതെ മൃഗത്തെപ്പോലെ രമിച്ചു നടക്കുന്നവർക്കാണ്, അത്തരം ജനതക്ക് മേലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷയിറക്കുക, ഖിയാമത്ത് നാൾ ഇറക്കുക, ലോകാവസാനം സംഭവിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇനിയുള്ള കാലത്തെപ്പറ്റി നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഒരു വിശ്വാസി ആദ്യം മനസ്സിലാക്കേണ്ടതറിയോ? ഓരോ സുബഹ് കഴിയുമ്പോഴും ഓരോ കൂട്ടങ്ങൾ മനുഷ്യരിൽ നിന്ന് പഴച്ചു പോയിക്കൊണ്ടിരിക്കാം. ഓരോ സുബഹി കഴിയുമ്പോൾ നിങ്ങൾ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഇന്നലെ വരെ ധാർമ്മികതയുള്ളവൻ മാറിയിട്ടുണ്ടാകും, അധാർമികതയിലേക്ക് പോയിട്ടുണ്ടാവും. സദാചാര മൂല്യങ്ങൾ സൂക്ഷിക്കാത്തവനായിട്ട് മാറിയിട്ടുണ്ടാവും. ഉറപ്പാണ്. ആ പോക്ക് നമ്മുടെ നാട്ടിൽ നിന്ന്, ലോകത്തു നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തു നിന്നും പോവും. അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ കുടുംബത്തു നിന്നും പോവും. ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കും. രാജ്യത്ത് നിന്ന് അത്തരം നല്ല മനുഷ്യന്മാർ ചീത്തയായി പഴച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കും. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പോകുന്നത് കാണുമ്പോൾ നമ്മൾ ദുഃഖിതരായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ പൊള്ളിയവരാവുക. നമ്മുടെ വീട്ടിൽ നിന്ന് പോകും. ഇത്തരം ധാർമ്മികതകൾ മുഴുവൻ വലിച്ചെറിഞ്ഞ്, സദാചാര മൂല്യങ്ങൾ സൂക്ഷിക്കാതെ
കുറേ ആളുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളടക്കമുള്ളവർ ഇറങ്ങിപ്പോകുമ്പോഴാണ് നമുക്ക് പൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകത്തെ നന്നാക്കുന്നതിന് മുമ്പ് നമ്മളെ കുടുംബത്തെ നമ്മൾ നന്നാക്കണം. ലോകത്തെ നന്മയിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മളെ കുടുംബത്തെ നമ്മൾ നന്മയിലേക്ക് വിളിക്കണം. അത് ഉറപ്പിച്ച് നിർത്തണം. എന്നിട്ടാ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ലോകത്തെ നന്നാക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം കുടുംബത്തെ ഉറപ്പിച്ച് ധാർമ്മികതയിൽ നിർത്തണം. അവർക്ക് ദീനിയായ മര്യാദകളിൽ അദബുകളിൽ അവർക്ക് നിഷ്ഠയുണ്ടാക്കിയിട്ട് വേണം പുറത്തേക്ക് നമ്മൾ ഇറങ്ങാൻ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് പൊളിച്ച് കിടക്കുന്നവരുണ്ടാക്കും. അതിൻ്റെ കുറ്റം നമുക്കില്ല. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ കുടുംബത്ത് നിഷ്ഠയുണ്ടാക്കാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ മകൻ പിഴച്ചു പോയത്, മറിച്ച് ആ നിഷ്ഠയെ അവൻ മറികടന്നത് കൊണ്ടാണ്. നമ്മൾ നിഷ്ഠയുണ്ടാക്കണം, ദീനിയായിട്ടുള്ള ചിട്ടകൾ ഉണ്ടാക്കണം, മര്യാദകൾ ഉണ്ടാക്കണം. ആ ചിട്ടകളും മര്യാദകളും പഠിച്ച് നമ്മുടെ മക്കൾ വളരണം. എന്നിട്ട് സൊസൈറ്റിയിലെ പോരാളികളായിട്ട് മാറണം. അള്ളാഹിൻ്റെ റസൂല് അത് പറഞ്ഞതെന്താ അറിയോ? അള്ളാഹുവിൻ്റെ റസൂല് എപ്പോഴും പ്രാർത്ഥിച്ചു, നമ്മളോട് പ്രാർത്ഥിക്കാനും പറഞ്ഞു. എന്താ? അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ, പടച്ചവനെ ഞങ്ങൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. അതാണ് പ്രയാസം. ഇനി നമുക്ക് ഉണ്ടാവാൻ പോണ തടസ്സതാണ്. മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റാത്ത വിഷയമുണ്ടാകും. കാഫിറായി മരിച്ചു പോകുന്ന, ളാലിമായി ഫാസിഖായി മരിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് ചുറ്റുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആൻ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു. എവിടെയാണ്? സൂറത്ത് ആൽ ഇംറാന്റെ 8ാമത്തെ ആയത്ത് പ്രാർത്ഥനയാണ്. സൂറത്ത് ആൽ ഇംറാന്റെ 8ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കണം. കാരണം എന്താ? മനുഷ്യൻ ദുഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ആ ചക്രം തിരിയുമ്പോൾ അക്കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും, നമ്മുടെ കുടുംബം പെട്ടുപോകും, നമ്മുടെ മക്കൾ പെട്ടുപോകും. അത് പെട്ടുപോകാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു. ആ പ്രാർത്ഥന പഠിപ്പിച്ചതാരാ? അള്ളാഹു. ആ പ്രാർത്ഥനയുടെ ലഫ്ളുകൾ പദങ്ങൾ നിശ്ചയിച്ചതാരാ? അള്ളാഹു. ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥം വെച്ചതാരാ? അള്ളാഹു. എന്നിട്ട് അള്ളാഹ് ഇത് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു. നമ്മളത് തേടിയാൽ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും. നമ്മളെ മക്കളെ കൊണ്ട് അത് തേടിപ്പിച്ചാൽ, അത് പ്രാർത്ഥിപ്പിച്ചാൽ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാവും. എന്താ ആ പ്രാർത്ഥന? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, ഞങ്ങൾ സന്മാർഗത്തിൽ ആയതിനു ശേഷം, ആ പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ സന്മാർഗത്തിലായതിനു ശേഷം ഞങ്ങൾ വഴിപഴച്ചു പോകുന്നത്, ഞങ്ങളുടെ ഹൃദയങ്ങൾ തെറ്റിപ്പോകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, നാഥാ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ച് കളയരുത്. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾ സന്മാർഗത്തിലായതിനു ശേഷം, കാലഘട്ടം മറിയുമ്പോൾ, ആളുകൾ മാറുമ്പോൾ, സൊസൈറ്റി മാറുമ്പോൾ, കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അധികരിക്കുമ്പോൾ ഞങ്ങൾ സന്മാർഗത്തിൽ നിന്ന് തെറ്റാനുള്ള സാധ്യതയുണ്ട്. റബ്ബേ, ഉറപ്പിച്ചു നിർത്തോളണേ, ഉറപ്പിച്ചു നിർത്തി തരണമേ. സൂറത്ത് ആൽ ഇംറാന്റെ 8ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. അതിന്റെ ലഫ്ളിൽ ബർക്കത്തുണ്ട്, അതിന്റെ പ്രാർത്ഥനയിൽ ബർക്കത്തുണ്ട്, അതിന്റെ പദങ്ങളിൽ ബർക്കത്തുണ്ട്, അതിന്റെ അർത്ഥത്തിൽ ബർക്കത്തുണ്ട്, അതിന്റെ സ്മരണയിൽ ബർക്കത്തുണ്ട്. നാവിലാ ദുആ വന്നാൽ അതിൽ ബർക്കത്തുണ്ട്. ഇതാണ് വിശ്വാസിക്ക് ഇനി ഏകരക്ഷ. ദുആ ആണ്. നിരന്തരം പ്രാർത്ഥിക്കണം. എവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവിടെയൊക്കെ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ പ്രാർത്ഥിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയാത്തിലെ എല്ലാ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ, അത്തഹിയാത്ത് അൽ മുബാറകാത്ത് അത് കഴിഞ്ഞാൽ, സ്വലാത്ത് കഴിഞ്ഞാൽ, അതുപോലെ ഖബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്ന ദുആ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തര്? പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ചോദിച്ചോളി, പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കണോ അത് ചോദിച്ചോളൂ. ആ ചോദ്യങ്ങളെല്ലാം ആദ്യത്തെ ചോദ്യം ഏതാ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അതായിരിക്കണം. പടച്ചോനെ, നന്നായിട്ടുണ്ട്, സന്മാർഗത്തിലാണ്, ദീനിലാണ്, പക്ഷേ ഞങ്ങൾക്ക് മുൻപിലുള്ളത്, ഞങ്ങൾക്ക് പുറകിലുള്ളത്, ഞങ്ങൾക്ക് ചുറ്റുമുള്ളത് നാഥാ പഴപ്പിക്കുന്ന സമൂഹമാണ്, തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സമൂഹമാണ്, ഹറാമുകളിലേക്ക് വ്യാപൃതമാക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളാണ്. പടച്ചവനെ നീ തന്നെ സംരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതാ ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ 193ാമത്തെ പ്രാർത്ഥന. സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ 193ാമത്തെ പ്രാർത്ഥന. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. നമ്മൾ ഇനി എങ്ങനെ ജീവിച്ചാലും മനസ്സിലാക്കിക്കോ,
പൂർണ്ണ പരിശുദ്ധനായി ജീവിക്കാൻ നമ്മളിൽ ഒരു കുട്ടിക്കുഞ്ഞ് കഴിയാൻ പോകുന്നില്ല. സഹാബത്തിനും താബിഈങ്ങൾക്കും തബഉ താബിഈങ്ങൾക്കും ശേഷം ഓരോ വിഭാഗങ്ങൾ വരുമ്പോഴും അവരിൽ ചെറിയ രൂപത്തിൽ തിന്മകൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മളിലേക്ക് ആ തിന്മ കൂടുതലായി വന്നിരിക്കുകയാണ്. ഇനി ആർക്കും പൂർണ്ണ പരിശുദ്ധനായി ജീവിക്കാൻ കഴിയില്ല. അതിന് കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. അവൻ്റെ നാടോ വീടോ അവൻ്റെ മുറിയോ സ്വകാര്യ മുറിയോ അതിൽ പോലും അവനതിന് സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അവനക്ക് ചുറ്റും ഹറാമുകൾ ആകർഷിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കും. ചിന്മകൾ ബാത്തിലുകൾ അവനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതിനെ തൊടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് റബ്ബ് ഒരു ദുആ കൂടി പഠിപ്പിച്ചു തന്നു. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, റബ്ബേ ഞങ്ങളുടെ എല്ലാ തിന്മകളും നീ പുറത്തു തരണമേ, ഞങ്ങളുടെ എല്ലാ തിന്മകളും നീ പുറത്തു തരണേ. വകഫിർ അന്നാ സയ്യിആതിന, മാത്രമല്ല റബ്ബേ ഞങ്ങളുടെ തിന്മകൾ നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ. രണ്ടാണ് റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, നാഥാ ഞങ്ങളുടെ ദുനൂബ്, ഞങ്ങളുടെ പാപങ്ങൾ, ആ പാപങ്ങൾ നീ പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിന, ഞങ്ങൾ ചെയ്തു പോയ പാപമുണ്ടല്ലോ ആ പാപങ്ങൾ പൊറുക്കണം, ആ പാപങ്ങൾ നീ മായ്ച്ചു കളയുകയും ചെയ്യണം. ആർക്കും ഇനി ആ പാപത്തെ പറ്റി അറിയാൻ പാടില്ല. ആ പാപത്തിന്റെ കറ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അത്രത്തോളം എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. വതവഫനാ മഅൽ അബ്റാർ, എന്നെ പുണ്യവാളന്മാരുടെ കൂട്ടത്തിൽ മരിപ്പിക്കുകയും ചെയ്യണമേ. മരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട സമീപനം, വിശ്വാസി മരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട സമീപനം, അവന്റെ എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പരിശുദ്ധനാകണം. എല്ലാ തെറ്റുകളും അവൻ ഏറ്റുപറഞ്ഞ് പരിശുദ്ധനാകണം. പിന്നെയോ അവൻ അള്ളാഹുവിനോട് മരണത്തെ ചോദിക്കണം. മരണത്തെ ചോദിക്കാത്ത ഒരു നിസ്കാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മരണത്തെ ചോദിക്കാത്ത ഒരു പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ സമയം കഴിഞ്ഞു പോകാൻ പാടില്ല. ജീവിതത്തെപ്പറ്റി ചോദിക്കാൻ നമ്മൾ മറന്നോളൂ, അതിൽ നഷ്ടമില്ല. രോഗശമനത്തെപ്പറ്റി ചോദിക്കാൻ മറന്നുപോയിക്കോളൂ, അതുകൊണ്ട് നഷ്ടം നമുക്കില്ല. കടം മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, കുടുംബപരമായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാറാൻ അള്ളാഹുവേ നീ അത് മാറ്റിത്തരണമെന്ന് ചോദിക്കാൻ നമ്മൾ മറന്നങ്ങോട്ട് പോയിന്ന് വെച്ചോ. അതുകൊണ്ട് ദോഷങ്ങളില്ല, ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ മരണത്തെപ്പറ്റി ചോദിക്കാൻ നിങ്ങൾ ഒരു ദിവസം മറന്നാൽ, ഒരു ദിവസം എന്നെ എങ്ങനെ മരിപ്പിക്കണേ എന്ന് ചോദിക്കാത്തവനായി നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് നഷ്ടം പറ്റി. ഒരു ദിവസം പോലും നമ്മൾ മരണത്തെ ചോദിക്കാൻ മറക്കരുത്. അള്ളാഹു പഠിപ്പിച്ചല്ലോ, വതവഫന, നാഥാ നീ എന്നെ മരിപ്പിക്കണേ. വതവഫന, നാഥാ നീ എന്നെ മരിപ്പിക്കണേ. മഅൽ അബ്റാർ, പുണ്യവാളന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ മരിപ്പിക്കണേ എന്ന് കൂടി വിശ്വാസി ചോദിക്കണം. മരണത്തെ അവൻ ചോദിച്ചു കൊണ്ടിരിക്കുക. അതാണ് ഈ തിന്മയിൽ നിന്ന്, ഈ തിന്മയുടെ അതിപ്രസരണത്തിൽ നിന്ന് വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന സമാധാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അബ്റാരിങ്ങളുടെ കൂട്ടത്തിൽ മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അധികരിക്കുന്ന വ്യാപിക്കുന്ന ഈ ഫിത്നയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മരണം വരെ മാറി നിന്ന് പരിശുദ്ധരായി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മുടെ പരിശ്രമങ്ങളെ മുഴുവൻ ദുർബലമാക്കുന്ന രൂപത്തിലാണ് തിന്മയിലേക്ക് സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ജീവിത വീക്ഷണങ്ങളെ അത് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു വിശ്വാസിക്ക് മരണം വരെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. ആ പിടിച്ചു നിൽക്കാൻ എന്നിട്ട് അബ്റാരിങ്ങളുടെ കൂട്ടത്തിൽ മരിക്കേണ്ടതുണ്ട്. അങ്ങനെ മരിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അവൻ അള്ളാഹു പഠിപ്പിച്ച 2 ദുആയാണ് സൂറത്ത് ആലിംറാനിൽ ഞാൻ പഠിപ്പിച്ചത്. ഒന്ന് 8-ാമത്തെ ആയത്ത്, ഒന്ന് 193-ാമത്തെ ആയത്ത്. ഈ 2 ദുആയും നിരന്തരമായി ചൊല്ലുന്നവരും അള്ളാഹുവിനോട് തേടുന്നവരുമായി നമ്മൾ മാറണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിന്റെ 45-ാമത്തെ ആയത്തിൽ നമ്മളെ ഉണർത്തിയ ഒരു കാര്യമുണ്ട്. വഅഖിമിസ് സ്വലാഹ്, നീ നമസ്കാരം നിലനിർത്തുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായിട്ട് നമസ്കാരം മ്ലേച്ഛവൃത്തികളെയും അതുപോലെ തന്നെ തിന്മകളെയും കുറ്റകരമായ കാര്യങ്ങളെയും തടയാൻ നമസ്കാരത്തിന് ഒരു പവറുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. നിസ്കരിക്കുന്നവരാകണം. ഒരു വഖത്ത് നിസ്കാരം നമ്മൾ വിട്ടുപോകുന്നവരാകരുത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമസ്കാരത്തിന് ഒരു പവറുണ്ട്, ഒരു ബർക്കത്തുണ്ട്. നിസ്കരിക്കുന്നവരുടെ മുകളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമസ്കാരം പാഴാക്കി കളയുന്ന, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവനെ ഫാഹിഷത്ത് പിടിക്കും, അവനെ മുൻകറായ കാര്യങ്ങൾ അവനെ പിടിക്കും, അവനെ പിടികൂടും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. നമ്മൾ ഒരാഴ്ച നമസ്കരിക്കാതിരുന്നാൽ ഒരു പാപം നമുക്ക് ലഘൂകരിക്കപ്പെടും നമ്മുടെ ചിന്തകളിൽ. നമ്മളൊരു മാസം നമസ്കരിക്കാത്തവനായാൽ വലിയ ഹറാമുകൾ അത് ലഘൂകരിച്ച് കാണാൻ ശൈത്താൻ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. നിസ്കരിക്കുന്നവന് ഏറ്റവും ചുരുങ്ങിയത് അവൻ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ അവനിലൊരു കുറ്റബോധം വരും. അവൻ ചെയ്തു വെച്ചതിനെപ്പറ്റി, അവൻ പ്രവർത്തിച്ചു പോയതിനെപ്പറ്റി ഒരു കുറ്റബോധം അവൻ്റെ മനസ്സിൽ വരും. നിരന്തരമായ ആ കുറ്റബോധം അവൻ്റെ മനസ്സിനെ വേട്ടയാടുമ്പോൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാതെ സ്വസ്ഥമായിട്ട് അവൻ ഉറങ്ങാൻ പറ്റൂല എന്നവന് തിരിച്ചറിയും. ആ തിരിച്ചറിവിലൂടെ അവൻ ആ തിന്മയെ കവർ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായിട്ടും നമസ്കാരം മനുഷ്യനെ മ്ലേച്ഛവൃത്തിയിൽ നിന്ന്, നികൃഷ്ട കർമ്മങ്ങളിൽ നിന്ന് തടയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ 2 കാര്യം, ദുആ ഉണ്ടാകണം, നമസ്കാരം ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ ദുആ അവർക്ക് പഠിപ്പിക്കുക. ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ച രക്ഷിതാവിൻ്റെ ലഫ്ള്, പ്രപഞ്ച രക്ഷിതാവിൻ്റെ കലാം, പ്രപഞ്ച രക്ഷിതാവിൻ്റെ ദുആ, അവൻ നമ്മളെ പഠിപ്പിച്ചത്. പദം അവൻ്റേത്, കലാം അവൻ്റേത്, എല്ലാം അവൻ്റേത്. അതിൻ്റെ ബർക്കത്തും അതിൻ്റെ ശക്തിയും നമുക്ക് മനസ്സിലാവില്ല. നമ്മളത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റും ആ ദുആ ഒരു പ്രൊട്ടക്ഷൻ്റെ ബർക്കത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റുണ്ടാക്കും, നമ്മുടെ കുടുംബത്തിന് ചുറ്റുണ്ടാക്കും, നമ്മുടെ മക്കൾക്ക് ചുറ്റുണ്ടാക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് മക്കൾക്ക് ഈ ദുആ പഠിപ്പിക്കുക, നിരന്തരമായി അവരോട് ഇത് പ്രാർത്ഥിക്കാൻ പറയുക. ഉറങ്ങുന്ന സമയത്ത് പ്രാർത്ഥനകളിൽ ഇത് ഉൾപ്പെടുത്തുക, ഉണരുന്ന സമയത്ത് പ്രാർത്ഥനകളിൽ ഇത് ഉൾപ്പെടുത്തുക, നമസ്കാര സമയങ്ങളിലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിലെ മുഴുവൻ പ്രാർത്ഥനകളിലും ഈ 2 പ്രാർത്ഥന, വളരെ എളുപ്പം പറയാൻ പറ്റിയ 2 പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമസ്കാരം ശ്രദ്ധിക്കുക. ഇതാണ് രക്ഷയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മാർഗമെന്ന് മനസ്സിലാക്കുക. വീട്ടിൽ നമസ്കരിക്കാത്ത മക്കളുണ്ടെങ്കിൽ, കൃത്യമായി നമസ്കാരം നിർവഹിക്കാത്ത മക്കളുണ്ടെങ്കിൽ, ഇണകളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ആ വീട്ടിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് ശൈത്താൻ അധാർമികതയുടെ ആളുകളെ, മ്ലേച്ഛവൃത്തിയുടെ ആളുകളെ, അവിടെ നിന്ന് ഫാജിറുകളെ, അവിടെ നിന്ന് ഫാസിഖുകളെ, ചെമ്മാടികളെ, നരകത്തിലേക്കുള്ള ആളുകളെ ശൈത്താൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വലിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വലിക്കാൻ പോകുന്നത് നിസ്കാരം ഒഴിവാക്കി നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നതാരാണോ അവനെയാണ് എന്ന് മനസ്സിലാക്കുക. അവനിലൂടെയാണ് സകല പാപങ്ങളും നമ്മുടെ കുടുംബത്തേക്ക് വരാൻ പോകുന്നത്. നാം പഠിച്ച സകല മൂല്യങ്ങളും ചവിട്ടിമതിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്ത് നമസ്കരിക്കാത്തവനാരാണോ അവനിലൂടെ ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നമസ്കരിക്കാത്ത ഒരാളുണ്ടാകരുത്. മഹാന്മാരായ പ്രവാചകന്മാർ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് ചോദിച്ച ചോദ്യങ്ങളിൽപ്പെട്ടതാണ്, മക്കളെ നിങ്ങൾ നിസ്കരിക്കില്ലേ എന്ന് അവർ ചോദിച്ചു. നമസ്കാരം നിലനിർത്തില്ലേ എന്ന് ചോദിച്ചു. ആരെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് ചോദിച്ചു. അമ്പിയാക്കന്മാർ അത്രയ്ക്ക് ഗൗരവമുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളെ ചോദിച്ചപ്പോൾ, പടച്ചോനെ
എനിക്ക് നിസ്കരിക്കണ മക്കളെ തരണേ എന്നാണ് ചോദിച്ചത്. എൻ്റെ സന്താന പരമ്പരകളെ നിസ്കരിക്കുന്നവരാക്കണേ എന്നാണ് ചോദിച്ചത്. നിസ്കാരത്തിന്, നമസ്കാരത്തിന് ഒരു പവറുണ്ട്, ഒരു ബർക്കത്തുണ്ട്, അതിനൊരു തോക്കത്തുണ്ട്. അത് നമ്മുടെ കുടുംബത്തെ വലയം ചെയ്തു കഴിഞ്ഞാൽ തിന്മകൾ അകത്തേക്ക് കടക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രൊട്ടക്ഷൻ ആ കുടുംബത്തിനുണ്ടാകും. അതുകൊണ്ട് നമസ്കാരത്തെയും സൂക്ഷിക്കുക. ഈ കെട്ട കാലത്ത് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായുധങ്ങളാണ് ഇത് രണ്ടും എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അതിനോട് അറപ്പും വെറുപ്പും തോന്നാനും അതിനോട് സ്വരച്ചേർച്ചയില്ലാത്ത ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പ്രയാസപ്പെട്ടാലും അള്ളാഹു പഠിപ്പിച്ച സദാചാര മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ആനന്ദം അനുഭവപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹറാമാക്കിയത് വെടിയുമ്പോൾ അഭിമാനത്തോടെ വെടിയാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എത്ര പഴഞ്ചനാണെന്ന് പറഞ്ഞാലും ഈമാനോടെ, തൃപ്തിയോടെ, അഭിമാനത്തോടെ അത് നിർവഹിക്കാനുള്ള അന്തസ്, ഇസ്സത്ത്, ഈമാൻ, ഇൽമ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വിശ്വാസിനികളായിട്ട് നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, മറ്റെല്ലാ ആളുകൾ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ചേർന്ന് നിന്നവർ, നമ്മോടൊപ്പം പ്രവർത്തിച്ചവർ, നമ്മോടൊപ്പം ഇസ്ലാമിക ജീവിതം പങ്കുവച്ചവർ, നമ്മോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നിച്ചു നിന്നവർ പലരും മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കുകയും വെളിച്ചമുള്ളതാക്കുകയും സുഗന്ധമുള്ളതാക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള വാതിലുകൾ അവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു തുറന്നു വെക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മോട് സഹകരിച്ച ആളുകൾ, നമുക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആളുകൾ, നമുക്ക് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തന്ന ആളുകൾ, തങ്ങളുടെ ധനം ചെലവഴിച്ച് ഈ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി വെച്ച പലരും മരണപ്പെട്ടു പോയി. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗ്ഗം പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സകല പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.